ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്നിതാ ക്രിസ്മസ് തീമിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ ആണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഈ പേപ്പറിൽ നിന്ന് റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അതൊന്ന് മാർക്ക് ചെയ്തെടുക്കുക, എന്നിട്ട് കട്ട് ചെയ്തെടുക്കട്ടെ ചെയ്യുന്നത്. മാർക്ക് ചെയ്ത് തന്നെയാണ് നമ്മുടെ വീട്ടിലുണ്ടാവുമല്ലോ എന്തെങ്കിലും പാത്രത്തിൻ്റെ മൂടിയോ അല്ലെങ്കിൽ കോമ്പസും പെൻസിലും വെച്ചിട്ടും മാർക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് അതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേപോലെ ആട്ടോ വേണ്ടത്. ആദ്യം വലിയൊരു സൈസ് എടുക്കുക, പിന്നെ അതിൻ്റെ തൊട്ട് ചെറിയൊരു സൈസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ റൗണ്ട് പീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് ഇതേപോലെ ഒരു പേപ്പർ എടുത്തിട്ട് 4 മടക്കി കൊടുക്കുക, എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത്. ഒരേ അളവിൽ തന്നെ വേണം കേട്ടോ. അപ്പോൾ ഒരു പേപ്പറിൽ നിന്ന് 4 പീസാട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ഫ്ലവറിന് 3 പീസാട്ടോ വേണ്ടത്. അപ്പോൾ ഇനി ഞാൻ അത്യാവശ്യം വലിയ ഫ്ലവർ തന്നെ ആട്ടോ ഉണ്ടാക്കുന്നത്. ചെറിയ ഫ്ലവർ മതി എന്നുണ്ടെങ്കിൽ ചെറിയ പീസ് കട്ട് ചെയ്തെടുത്താൽ മതി. കട്ട് ചെയ്യുമ്പോൾ എല്ലാം ഒരേ അളവിൽ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഒരു ഫ്ലവറിന് 3 പീസാട്ടോ വേണ്ടത്. അതേപോലെ നമുക്ക് 3 ഫ്ലവറാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ 9 പീസ് വേണം. അപ്പം ഞാനിതാ എല്ലാത്തിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഫോൾഡ് ചെയ്തെടുക്കുന്നത് അതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ ചുളി വന്ന് വരാതെ രീതിയിൽ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക. സിമ്പിളല്ലേ? അപ്പോൾ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ അറ്റത്ത് ക്രോസ് ആക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക കേട്ടോ. ക്രോസ് ആക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അതേപോലെ ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഫ്ലവർ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കണം. ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിക്കണ്ടേ. അപ്പോൾ ഒരു ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് 3 പീസാട്ടോ വേണ്ടത്. അപ്പോൾ ഞാനിത് ആ 3 പീസും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി ഒട്ടിക്കാനായിട്ട് സാധാ ഏത് ഗ്ലൂ ആയാലും മതി കേട്ടോ. അപ്പോൾ ഇത് 3 ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് ഒട്ടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്ത് നമ്മളുടെ ഫ്ലവറുടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്താൽ മതിയേ. എന്നിട്ട് അത് ഒട്ടിക്കുമ്പോൾ ആ റൗണ്ടൊക്കെ അങ്ങ് പോയിക്കോളൂ കേട്ടോ. ഇനി അതേപോലെ ആ 3 പീസും ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഇതിലൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക. ആ റൗണ്ടില്ലേ, അതിലൊന്ന് വെച്ച് നോക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് ആ റൗണ്ടിലൊന്ന് വെച്ച് നോക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കണ്ടില്ലേ, ആദ്യം ഒന്ന് വെച്ച് നോക്കുക, എന്നിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ചെറിയ ഫ്ലവർ ആയാലും നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ എന്താ പറയുക, റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത ടൈമിൽ ഒരു 6 ഫ്ലവറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാനിത് വലുതായതുകൊണ്ടാണ് 3 വെക്കുന്നത്. എന്നിട്ട് ഒരു ഭാഗം കുറച്ച് ഭാഗം ഒന്ന് വിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ആട്ടോ വേണ്ടത്. കണ്ടില്ലേ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാനിത് റെഡ് കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു സ്ക്വയർ പീസ് വേണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ വലിയ ഫ്ലവർ തന്നെ ആയതുകൊണ്ട് തന്നെ എനിക്ക് വലിയ സൈസിലുള്ള ഒരു ബോ ആട്ടോ ഞാൻ റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒന്ന് ക്രോസ് ആക്കി മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. ഇനി ഈ ഒരു ഭാഗം നമ്മൾ ക്രോസ് ആക്കി മടിക്കില്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗവും ഇതേപോലെ ക്രോസ് ആക്കി മടക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് 4 ഭാഗത്തും ഒരു മാർക്കിംഗ് വന്നില്ലേ, ആ മാർക്കിംഗ് കൂടി ഒന്ന് വെട്ടിട്ട് കൊടുക്കുക കേട്ടോ. മിഡിലിൽ കുറച്ച് വെട്ടിട്ട് കൊടുക്കുക. ഫുള്ളായിട്ട് വെട്ടിപ്പോരുത് കേട്ടോ. മിഡിലിൽ ഇതേപോലെ ഒന്ന് കുറച്ച് വിട്ടിട്ട് വെട്ടി കൊടുക്കുക. കണ്ടില്ലേ? ഇതേപോലെ കേട്ടോ. വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതിയേ. എന്നിട്ട് ഓപ്പോസിറ്റ് അതിൻ്റെ മുകളിൽ 2 സൈഡ് ഉണ്ടല്ലോ, ആ സൈഡ് ഭാഗത്ത് അതേപോലെ ഒന്ന് ചെറിയൊരു ക്രോസിങ്ങിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഭാഗത്തുനിന്നും ഇതിലെ മിഡിലേക്കായിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് മുകളിൽ വരുന്ന പീസിൽ നിന്ന് ഇതേപോലെ ഒന്ന് ക്രോസ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫുള്ളായിട്ട് കട്ട് ചെയ്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇത് താഴെ ഭാഗത്തേക്ക് ആക്കി എടുക്കുക. എന്നിട്ട് ഈ ഒരു പീസിന് മുകളിലേക്കായിട്ട് ഒട്ടിച്ചെടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ബോർഡ് സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ ബോർഡ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്ലവർ ചെറുതെടുക്കുമ്പോൾ ബോവും ചെറുതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്ലവർ വലുതായതുകൊണ്ടാണ് ബോ വലുതെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ താഴെ ഭാഗത്തൊന്ന് ക്രോസ് ആക്കി കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ അങ്ങനെ ക്രോസ് ആക്കി വെട്ടണമെന്നൊന്നുമില്ല, ഞാൻ ഒന്നുകൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തതല്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ആ റൗണ്ടിൽ കുറച്ചൊരു ഗ്യാപ്പ് കൊടുത്തില്ലായിരുന്നോ, അവിടെ അതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വെറും ഒരു കളർ പേപ്പർ കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐഡിയ അല്ലേ. ഇനി കളർ പേപ്പർ ഇല്ല എന്നുണ്ടെങ്കിൽ വൈറ്റ് പേപ്പർ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. മെയിൻ ഡോർമലോ അല്ലെങ്കിൽ നമുക്ക് വോളിലോ സ്റ്റിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. പിന്നെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് ഇതേപോലുള്ള വെറൈറ്റി ഐഡിയാസായിട്ട് ഇനിയും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ.